കർത്താവിന്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിന്റെ അനുഗ്രഹ നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ഒരു ദിവസം കൂടെ അവിടെ നമുക്ക് ദാനമായി നൽകിയല്ലോ. അവിടുത്തെ ദയയും വിശ്വസ്തതയും വീണ്ടും ഓർത്ത് നന്ദിയോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. എന്റെ ദൈവം നമ്മുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ അവിടുത്തെ തനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവിൽ അല്പമായിട്ടല്ല പൂർണ്ണമായി തീർത്തു തരാൻ ശക്തനാണ്. എല്ലാ ബുദ്ധിമുട്ടുകളും പൂർണ്ണമായി തീർത്തു തരാൻ അവിടുന്ന് ശക്തനാണ്. ഏതൊക്കെ വിഷയത്തിൽ ഭാരപ്പെടുന്നോ അതിന്മേലൊക്കെ അത്ഭുതം ചെയ്യാൻ, അടയാളം ചെയ്യാൻ എന്റെ ദൈവത്തിന് കഴിയും. തന്റെ ഭക്തന്മാരുടെ ആഗ്രഹങ്ങളെ സാധിപ്പിക്കുന്ന ദൈവം, അവരുടെ നിലവിളി കേട്ട് രക്ഷിക്കുന്ന ഒരു ദൈവം നമ്മുടെ ദൈവമാണ്. ആർക്കും രക്ഷിക്കാൻ കഴിയാത്തയിടത്ത്, ഇറങ്ങി വരാൻ കഴിയാത്തയിടത്ത് നിലവിളിക്കുന്ന തന്റെ ജനത്തിനു വേണ്ടി ഇറങ്ങി വരികയും എഴുന്നേൽക്കുകയും ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. അത് നമ്മൾ മറന്നു പോകരുത്. മറ്റാർക്കും പ്രിയ സഹോദരങ്ങളെ നമ്മുടെ കഷ്ടതയുടെ തീച്ചുളയിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. ബന്ധങ്ങളൊക്കെ അസ്തമിക്കുന്നതും മാറുന്നതും സംസാരിക്കാതിരിക്കുന്നതും എല്ലാം ആ ഒരു പ്രത്യേക കാലഘട്ടങ്ങളിലാണ്. അതുവരെ കൂടെ നിന്നവരൊക്കെ അകലം വിടും. യേശുവിന്റെ ക്രൂശീകരണ സമയത്ത് നമുക്കറിയാം, പലരും അകലം വിട്ട് സഞ്ചരിച്ചു. പക്ഷെ അവിടുന്ന് വിളിച്ചു പറഞ്ഞൊരു പ്രസ്താവന വളരെ സത്യമാണ്. എന്നെ അയച്ചവൻ എന്റെ കൂടെ ഉണ്ടാവും, അവിടുന്ന് എന്നെ ഏകനായി വിട്ടിട്ടില്ല. എല്ലാവരും മാറിയപ്പോഴാണ് കർത്താവ് പറഞ്ഞത്, പക്ഷെ എന്നെ അയച്ചു. ഇന്ന് നമുക്കും പറയാൻ കഴിയും, എന്നെ വിളിച്ചവൻ എന്റെ കൂടെയുണ്ട്, അവിടുന്ന് എന്നെ ഏകനായി വിട്ടിട്ടില്ല, വിടത്തുമില്ല. ആ ഒരു ഉറപ്പ് നമ്മുടെ അകത്ത് ഇന്ന് പകൽക്കാലം വ്യാപരിക്കുമെങ്കിൽ, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന പരിശുദ്ധാത്മാവിനാൽ മുമ്പോട്ട് പോകുന്ന ദൈവശക്തി ഏറ്റെടുത്ത് ആത്മശക്തിയാൽ സകലത്തെയും ജയിക്കാൻ നമുക്ക് കഴിയണം. നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടണം. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ കർത്താവിനെ ശ്രദ്ധിച്ച് നമ്മുടെ പ്രവാസകാലം ഭയത്തോടെ കഴിക്കാൻ നമുക്കിടയാകണം. വരുവാനുള്ളവൻ വരും, സഹോദരങ്ങളെ, താമസിക്കുകയില്ല. ധൈര്യത്തോടെ നമുക്ക് പറയാം, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, വിശ്വാസത്താൽ ജീവിക്കും. അങ്ങനെ നിൽക്കുന്ന ഒരു സമൂഹം ഈ ദിവസങ്ങളിൽ എഴുന്നേൽക്കട്ടെ. വിശ്വാസത്താൽ ജീവിക്കുന്ന, വചനത്താൽ ജീവിക്കുന്ന, പ്രാർത്ഥനയാൽ ജീവിക്കുന്ന ഒരു തലമുറയെ ദൈവം ഈ ദിവസങ്ങൾ തേടും. പതറിപ്പോകാനല്ല, പുറകോട്ട് പോകാനല്ല, അറച്ചു നിൽക്കാനല്ല അവിടെ നമ്മളെ വിളിച്ചത്. ദൈവശബ്ദം കേട്ട, ഇവിടെ പറഞ്ഞാൽ വചനത്തിന്റെ ആജ്ഞ അനുസരിക്കുന്ന വിധന്മാരായിത്തീരാൻ, വചനത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ജനറേഷനാകാൻ അവിടെ നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. വിശ്വസ്തരായിരിക്കും, വിശുദ്ധിക്ക് വേണ്ടി നിൽക്കും, വചനത്തിന് വേണ്ടി നിൽപ്പേൻ. ഇത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ പോകാതെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഈ പ്രമാണം അന്ത്യം വരെ മുറുകെ പിടിച്ച് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന് വിളിക്കുക. നമ്മളെല്ലാം ഓഹരിക്കാരാവണം. തന്റെ ഭക്തന്മാരുടെ നിലവിളി കേൾക്കുന്ന ദൈവം ആവർത്തിച്ചു പറയുക, പ്രതിക്രിയ നടത്തി അവരെ രക്ഷിക്കുന്ന ദൈവം ഇന്നും നമ്മുടെ കൂടെ ഉണ്ടാകും, നാളെയും നമ്മെ നടത്തും. തളർന്നു പോകുന്ന ഇടത്ത് താങ്ങുന്ന ഒരു കരമുണ്ട്. ശരിയല്ലേ? എത്രയോ തവണ തളർന്നും നിരാശപ്പെട്ടും പോയ സമയത്ത് ആ വീര്യമുള്ള ഭുജം നമ്മളെ നടത്തി ഭയപ്പെടണ്ട എന്ന് പറഞ്ഞ് ശക്തിയോടെ കൊണ്ടുവന്നതിന് ഇന്ന് പകലിലും നന്ദി പറഞ്ഞ്
ആ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. കാരണം യഹോവ തന്റെ ജനത്തെ അറിയുന്നൊരു ദൈവം ഉണ്ടെങ്കിൽ നമ്മുടെ അകത്ത് നിരാശ വരരുത്. നമ്മൾ ശക്തരായി മുൻപോട്ട് പോകുന്ന ദിവസങ്ങളാണ്. ധൈര്യത്തോടെ അവിടുത്തെ സന്നിധിയിലേക്ക് എടുത്തത്. ദാനിയേൽ പ്രവചനം 6-ാം അധ്യായം അതിന്റെ 11-ാം വാക്യം. അപ്പോൾ ആ പുരുഷന്മാർ ബന്ധപ്പെട്ടു വന്നു. ദാനിയേൽ തന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് അപേക്ഷിക്കുന്നത് കണ്ടു. നമുക്കറിയാം സംഭവ ചരിത്രമെല്ലാം. ദാനിയേൽ വിശ്വസ്തനായിരുന്നു. ദാനിയേലിനെതിരെ ഒരു കുറ്റവും കണ്ടെത്താൻ ദേശാധിപതികൾക്ക് കഴിഞ്ഞില്ല. അപ്പോൾ ആ പുരുഷന്മാർ ദാനിയേലിന്റെ നേരെ പ്രയോഗിച്ചത് ദാനിയേലിന്റെ ന്യായപ്രമാണം സംബന്ധിച്ചുള്ള കാര്യത്തിൽ. അങ്ങനെ അധ്യക്ഷന്മാരും പ്രധാന ദേശാധിപന്മാരും രാജാവിന്റെ അടുക്കൽ ബന്ധപ്പെട്ടു എന്ന് രാജാവിനോട് പറയുകയാണ്. രാജാവേ, സംഭവം ഇങ്ങനെയാണ്. രാജാവിനോടല്ലാതെ യാതൊരു ദേവനോടോ മനുഷ്യനോടോ ആരെങ്കിലും പ്രാർത്ഥിച്ചാൽ 30 ദിവസത്തേക്കാണ് നിയമം കൊണ്ടുവന്നത്. അവനെ സിംഹങ്ങളുടെ ഗുഹയിലിട്ട് കൊന്നുകളയുമെന്നൊരു നിയമം ഉണ്ടല്ലോ. ആ നിയമം ഞങ്ങൾ കൂടി ആലോചിച്ച നിയമമാണ്. അതുകൊണ്ട് രാജാവ് ഈ വിഷയത്തിൽ തീർപ്പ് കൽപ്പിക്കണം, അതൊരു ഓർഡറായി എഴുതണമെന്ന് പറഞ്ഞു റിപ്പോർട്ട് കൊടുക്കുകയാണ്. എന്നാൽ ദാനിയേൽ പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു. ജീവനുള്ള ദൈവത്തോടെ പ്രാർത്ഥിക്കത്തുള്ളൂ. പ്രമാണത്തിനു വേണ്ടി നിൽക്കുന്നവനായിരുന്നു. രേഖ വിപരീതം എന്ന് എഴുതിയിരിക്കുന്നത് കണ്ടാൽ അപകടത്തിലായ ഒരു രേഖയാണ് തന്റെ കരുത്തിൽ കിട്ടിയത്. അത് കണ്ടിട്ടും താൻ മുട്ടുകുത്താൻ തയ്യാറായി, പ്രാർത്ഥിക്കാൻ തയ്യാറായി. ദൈവത്തെ, താൻ സേവിക്കുന്ന ദൈവത്തെ ചോദ്യം ചെയ്തില്ല. നമ്മുടെ ചിന്ത 21-ാം വാക്യമായിരുന്നല്ലോ, 11-ാം വാക്യമാണല്ലോ. ശ്രദ്ധിക്കൂ. അപ്പോൾ ആ പുരുഷന്മാർ ഗൂഢാലോചന നടത്തിയ ദാനിയേലിന്റെ ഭക്തിയെ തകർക്കാൻ, പ്രാർത്ഥനയെ തകർക്കാൻ, ആരാധനയ്ക്ക് വില പറഞ്ഞ ആ പുരുഷന്മാർ ബന്ധപ്പെട്ടു വരികയാണ്. ബന്ധപ്പെട്ടു വന്നപ്പോൾ ദാനിയേൽ തന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് അപേക്ഷിക്കുന്നത് കണ്ടു. പ്രിയ സഹോദരങ്ങളെ, രേഖ എഴുതിയപ്പോഴും വിപരീതമായി ജീവൻ അപകടത്തിലായ ഒരു സന്ദർഭം വന്നപ്പോഴും മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്ന ദാനിയേലിനെ ശത്രുക്കൾ കാണുകയാണ്, ഗൂഢാലോചന നടത്തിയവർ കാണുകയാണ്. അതിന്റെ അർത്ഥം പ്രതിസന്ധിയിൽ നിന്റെ പ്രാർത്ഥന നിർത്താൻ, പ്രതികൂലങ്ങളുടെയും രേഖ വിപരീതമായതിന്റെയും, ആവർത്തിച്ചു പറയുന്നു, ജീവന ഭീഷണിയായി വന്നതിന്റെ നടുവിൽ നീ പ്രാർത്ഥിക്കുന്നതൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞ നിൽക്കുന്ന ഒരു സമൂഹമുണ്ട്. പക്ഷേ അതിന്റെ നടുവിലും മുട്ടുകുത്തേണ്ടവൻ മുട്ടുകുത്തു, പ്രാർത്ഥിക്കേണ്ടവൻ പ്രാർത്ഥിക്കൂ, കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യേണ്ടവൻ സ്തോത്രം ചെയ്യൂ. നിന്നെ ശത്രുശക്തികൾ കാണട്ടെ, ഗൂഢാലോചന നടത്തിയവർ കാണട്ടെ. നീ പ്രാർത്ഥനാ മനുഷ്യനാണ്, അഡ്ജസ്റ്റ്മെന്റുകൾക്ക് തയ്യാറാകാത്തവനാണ്, ഭക്തി മുറുകെ പിടിക്കുന്നവനാണ്, രാജാവിന്റെ കൊട്ടാരത്തിലും വിശുദ്ധിക്ക് വേണ്ടി നിന്നവനാണ് എന്ന് ലോകം അറിയട്ടെ. അങ്ങനെ ഈ പുരുഷന്മാർ ചെന്ന് രാജാവിന് റിപ്പോർട്ട് കൊടുത്തു. ബാക്കി സംഭവങ്ങളൊക്കെ നമുക്കറിയാം. എന്റെ പ്രധാന വിഷയം, പ്രാർത്ഥിക്കുന്നവൻ ഏത് സാഹചര്യത്തിലും പ്രാർത്ഥിക്കുന്നത് ലോകം കാണണം, പദ്ധതികൾ ഒരുക്കുന്നവൻ കാണണം. എന്തിനാണെന്നറിയാമോ? പ്രാർത്ഥിക്കുന്നവന് വേണ്ടി സ്വർഗമിറങ്ങി സിംഹങ്ങളുടെ വായടയ്ക്കുമെന്ന് നിന്നെ ഇട്ടവൻ മനസ്സിലാക്കണം. നിന്റെ പ്രാർത്ഥനയ്ക്ക് വില പറഞ്ഞവൻ മനസ്സിലാക്കണം. നിന്റെ പ്രാർത്ഥനയ്ക്കെതിരെ റിപ്പോർട്ട് കൊടുത്തവൻ മനസ്സിലാക്കണം. അതിന്റെ
സമയം വന്നിരിക്കുക. നെക്സ്റ്റ് ഡേ അത് സംഭവിച്ചില്ലേ? ദാനിയേലിനെ സിംഹത്തിന്റെ കുഴിയിലിട്ട രാത്രിയിൽ ദാനിയേൽ ഉറങ്ങി. ഇടാൻ നോക്കിയവന്റെ ഉറക്കം ദൈവം കെടുത്തി. അവനെ ദൈവം എഴുന്നേൽപ്പിച്ചു. പിറ്റന്നാൾ നമുക്കറിയാം, ദേശത്ത് പ്രാർത്ഥിക്കുന്നവനെ ദൈവം പ്രസിദ്ധപ്പെടുത്തി. ദാനിയേലിന്റെ പ്രാർത്ഥനയാ വലുത്. കാരണം പ്രതിസന്ധിയിൽ പ്രാർത്ഥിച്ചവനെ പരസ്യമായി പ്രസിദ്ധപ്പെടുത്തി ദേശത്ത് അടയാളമാക്കാൻ ദൈവത്തിന് കഴിയും. നിന്റെ സഹോദരങ്ങൾ, നിന്റെ കൂടപ്പുറപ്പുകൾ, നിനക്കെതിരെ നിൽക്കുന്ന ശക്തികൾ ആരൊക്കെയാകട്ടെ, അവരെല്ലാം ഒന്ന് കാണട്ടെ നീ ഏത് കാലഘട്ടത്തിലും പ്രാർത്ഥിക്കുന്നവനാ, പ്രാർത്ഥനയെ കെട്ടാൻ നോക്കുന്ന, പ്രാർത്ഥനയ്ക്ക് വില പറയുന്ന. നമുക്കറിയാം, പൗലോസിനെ ശിലാസിനെ കാരാഗൃഹത്തിൽ ആമത്തിൽ ബന്ധിച്ചിരിക്കുക. പക്ഷേ അവർ പ്രാർത്ഥനാ സ്ഥലം പുഴവക്കത്ത് അന്വേഷിച്ചവരാണ്. അങ്ങനെയെങ്കിൽ പ്രാർത്ഥിക്കാൻ സ്ഥലമുണ്ടോ എന്ന് അന്വേഷിച്ചവർ കാരാഗ്രഹത്തിലും പ്രാർത്ഥന തുടർന്നു. അവരുടെ എയിം പ്രാർത്ഥനയായിരുന്നു. അത് തടവുള്ളിയരെല്ലാം കണ്ടു. അതുവരെ ആരും അങ്ങനെ അവിടെ പ്രാർത്ഥിച്ചിട്ടില്ല, പ്രാർത്ഥിക്കത്തുമില്ല. സാഹചര്യം എതിരാണ്. പക്ഷേ പ്രാർത്ഥിക്കുന്നവൻ ആരാന്ന് അടുത്ത നിമിഷം ദേശത്ത് വെളിപ്പെട്ടു. ജയിൽ സൂപ്രണ്ട് രക്ഷിക്കപ്പെട്ടു. എല്ലാവരുടെയും ചങ്ങലകൾ പൊട്ടി വീണു. കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി. വാതിൽ തുറന്നുപോയി. പ്രാർത്ഥിക്കുന്നവനെ പ്രസിദ്ധമാക്കുന്ന ഒരു ദൈവം ഇന്ന് പകൽ ആരുടെ മുമ്പിലും നിന്റെ പ്രാർത്ഥന നിർത്തരുത് സഹോദരങ്ങളെ. പ്രാർത്ഥനയ്ക്ക് വില പറയുന്ന, നിന്റെ പ്രാർത്ഥനയ്ക്കെതിരെ ചർച്ചകൾ നടത്തുന്ന, പ്രാർത്ഥനയെ പരിഹസിക്കുന്ന, നിന്റെ പ്രാർത്ഥനയ്ക്ക് വില പറയുന്ന ചില വ്യക്തികൾ കുടുംബത്തിനകത്തുണ്ട്. അവര് കാണും നീ ആരാണെന്നുള്ളത്. ഈ ദിവസങ്ങൾ തെളിയിക്കപ്പെടാൻ പോയ, ദേശത്ത് തെളിയിക്കപ്പെടാൻ പോയ, ചർച്ചക്കാരുടെ ഇടയിൽ തെളിയിക്കപ്പെടാൻ പോയ, നിന്നെ ഒതുക്കാൻ നോക്കുന്നവർ കണ്ടേ ദൈവം മഹത്വം ഇറങ്ങാൻ പോകുക. സർവശക്തിയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച ശ്രേഷ്ഠാലോചനയ്ക്കായി സ്തോത്രം. ഗൂഢാലോചന നടത്തിയവർ നോക്കിയപ്പോഴും മുട്ടിന്മേൽ നിന്ന് സ്തോത്രം ചെയ്യുന്ന ദാനിയേലിന്റെ പ്രാർത്ഥനയെ വീണ്ടും അവർ ഒതുക്കാൻ നോക്കിയെങ്കിലും പ്രാർത്ഥിക്കുന്നവരെ അടുത്ത ദിവസം ദേശത്ത് പ്രസിദ്ധമാക്കി. ദാനിയേലിന്റെ ദൈവം ജീവനുള്ള ദൈവമാണെന്നും ആ ദൈവത്തെ മാത്രമേ ആരാധിക്കാവുന്നു, പ്രാർത്ഥിക്കുന്നത് ദൈവമാണ് ജീവനുള്ള ദൈവമെന്നും യഥാർത്ഥ ദൈവമെന്നും ആ ദേശത്ത് ദാനിയേലിലൂടെ വെളിപ്പെടുത്തിയെങ്കിൽ, എബ്രായ ബാലന്മാരിലൂടെ ആ ദേശം ജീവനുള്ള ദൈവത്തിന്റെ മഹത്വം കണ്ടെങ്കിൽ, പിതാവേ ഞങ്ങളിലൂടെ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്കെതിരെ, ആരാധനയ്ക്കെതിരെ, അഭിഷേകത്തിനെതിരെ വില പറഞ്ഞ് ചർച്ച ചെയ്യുന്ന ഒരു സമൂഹം കാണുകെ ദൈവത്തിന്റെ മഹത്വം ഈ ദിവസങ്ങൾ വെളിപ്പെടുത്തുന്നതിന് സ്തോത്രം. സകല പുകഴ്ചകളും അവിടുത്തെ പാദപീഠത്തിൽ മാത്രം അർപ്പിക്കുന്നു. യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ കൃപയുണ്ടായി പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ക്രിസ്തു വാത്സല്യ സഹോദരങ്ങളെ, ധൈര്യത്തോടെ മുമ്പോട്ട് പോകൂ. ദൈവപ്രവൃത്തി ഈ ദിവസങ്ങൾ വെളിപ്പെട്ടു വരും. പ്രാർത്ഥിക്കുന്നവർ പ്രാർത്ഥന നിർത്തരുത്. നിങ്ങളുടെ പ്രാർത്ഥന ദൈവം ഈ ദിവസങ്ങൾ തെളിയിച്ച് അതിന്റെ മഹത്വം കുടുംബങ്ങളിലും ദേശങ്ങളിലും വെളിപ്പെടുത്തും. ഈ വചനങ്ങൾ അവിടെ സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പസ്പിച്ചു.